വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. യു വേഴ്സസ് ഹൗ അതേഴ്സ് സീ യു എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മാത്രം റീഡിംഗ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടും ഓർക്കുക. എന്തായാലും നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ അവസരങ്ങൾ അതിനു വേണ്ടിയിട്ട് അവസരങ്ങൾ വരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതെന്തിനാണ് പിന്നീടാകാം എന്ന് മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള കാണുന്നത്. നിങ്ങൾ ഒരറിവ് നേടിക്കഴിഞ്ഞാൽ അത് മതി എന്നുള്ളൊരു തീരുമാനത്തിനേക്കാളും കൂടുതലായിട്ട് ഇനിയും എന്താണ് കൂടുതൽ നേടാനുള്ളതെന്ന് സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേസമയം ഒരുപാട് അതോറിറ്റീവായിട്ടൊരു പേഴ്സൺസ് ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ജോബിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ നയിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യേണ്ട ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിപ്ലിനും സ്ട്രക്ചറും ഉള്ള പേഴ്സണാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ട്. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഓരോ സമയവും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഗോൾസ് എന്താണ്, അതിനുള്ള പാത്ത് ഏതാണ്, അത് ഏത് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു ധാരണയുള്ള വ്യക്തികളാണ് നിങ്ങൾ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ ചെയ്യുന്ന വ്യക്തികളാണ്. അതേസമയം ഇമോഷണലി ആണ് നിങ്ങൾ കുറച്ചും കൂടി വീക്കായി നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ വൈകാരികമായിട്ട്, അത് സുഹൃത്ത് ബന്ധങ്ങളായാലും നിങ്ങളുടെ ഫാമിലി ആയാലും ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തിയും അതുപോലെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു റൊമാൻറ്റിക് ആയൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അതേസമയം ഫാമിലിയുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദറും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എല്ലാവരെയും ഒരുമിച്ച് നിങ്ങളോട് കൂട്ടി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഒരിക്കലും ബന്ധങ്ങൾ തകരാതെ, അതിപ്പോൾ നിങ്ങൾക്ക് സജഷൻസും അഡ്വൈസും കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും നിങ്ങളെപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തി പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതിനുവേണ്ടി കോംപ്രമൈസും കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ അധികം നല്ല ശക്തമായിട്ടൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ പല വിഷമങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം നോർമലി ഒരു പേഴ്സണ് ആത്മവിശ്വാസം തകർന്നു പോകുന്ന സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായാലും നിങ്ങൾ അതൊക്കെ അതിജീവിച്ച് വന്നൊരു പേഴ്സണാണ്. സാഹചര്യം എത്ര ഭയങ്കരമാണെങ്കിലും നിങ്ങൾക്ക് അതിനോട് എന്താണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ അനുകൂലമാക്കേണ്ടത് എന്നുള്ള നല്ല ബോധ്യമുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർ കാണുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ്. കാരണം നിങ്ങൾ പല വീഴ്ചയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നൊരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നിൽക്കാനുള്ളൊരു കഴിവില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയേണ്ട പല കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു പേഴ്സണും അല്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഖത്തോക്കി പറയുന്നതാണ്. ഒരുപാട് നോൺസെൻസ് കേട്ടിരിക്കാനോ അല്ലെങ്കിൽ അനുഭവിച്ച് നിൽക്കാനോ തയ്യാറല്ലാത്തൊരു വ്യക്തികളാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് പറയേണ്ട വ്യക്തികളോട് മുഖത്ത് നോക്കി തന്നെ പറയാനുള്ള അത്രയും ബോൾഡായിട്ടുള്ളൊരു പേഴ്സൺസ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരുപാട് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം പല സാഹചര്യങ്ങളിലും ചില സമയങ്ങളിൽ നിങ്ങൾ വിട്ടു നിൽക്കുന്നത് പോലെയുള്ളൊരു തോന്നൽ നിങ്ങളെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട്.
അത് പല സാഹചര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ അഡ്വൈസും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും മാറി നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ശക്തമായി തിരിച്ചു വരുന്നതായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നോളേജിൻ്റെ ഒരു നല്ല രീതിയിലൊരു നോളേജ് ഉള്ളൊരു പേഴ്സൺ കൂടിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ തന്നെ തെറ്റുകൾ പറ്റിയാലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും ശരി തെറ്റുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ ഒരുപാട് സെൽഫ് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളെ ആ വ്യക്തികൾ കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.